ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു സംഘടനയുടെ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി വീട് കൊള്ളയടിച്ച ശേഷം കൊലപ്പെടുത്തിയെന്ന അമ്പരപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ഈ സംഭവത്തെ തുടർന്ന് തുടർച്ചയായ അടിച്ചമർത്തലുകൾക്കിടയിലും വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. കഴിഞ്ഞ വർഷമാണ് ബംഗ്ലാദേശിൽ അക്രമ പരമ്പരകൾ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു. അതിനുശേഷം ഒരു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ രൂപീകൃതമായി. ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനിസ് സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ അടിച്ചമർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചിട്ടും ഇടക്കാല സർക്കാർ അതിനെ അവഗണിച്ചു. ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ അടുത്തിടെ ഒരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. അതായത്, ഒരു ഹിന്ദു സംഘടനയുടെ നേതാവിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. മരിച്ച നേതാവിന്റെ പേര് ബാബുഷ് ചന്ദ്ര റോയ് എന്നായിരുന്നു. 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം. പൂജ ഉദ്ഭജൻ പരിഷത്ത് എന്ന സംഘടനയുടെ ബിരാൽ ഏരിയ വൈസ് പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ഹിന്ദു നേതാവ് കൂടിയായിരുന്നു ബാബുഷ് ചന്ദ്ര റോയ്. തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് 330 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി ദിനാജ്പൂരിനടുത്തുള്ള ദസൂദിപൂർ എന്ന ഗ്രാമത്തിലാണ് ബാബുഷ് ചന്ദ്ര താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സന്താന എന്നായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം സന്താനയ്ക്ക് ഒരു ഫോൺ കോൾ ലഭിച്ചു. ബാബുഷ് ചന്ദ്ര റോയ് വീട്ടിലുണ്ടോ എന്ന് വിളിച്ചയാൾ ചോദിച്ചു. ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. നീ ആരാണെന്ന് ചോദിച്ചപ്പോഴേക്കും മറുവശത്തുള്ളയാൾ കോൾ കട്ട് ചെയ്തിരുന്നു. അരമണിക്കൂറിന് ശേഷം 2 മോട്ടോർ സൈക്കിളുകളിലായി 4 പേർ വീട്ടിലെത്തി. അവർ വീട്ടിൽ അതിക്രമിച്ചു കയറി ബാബുഷ് ചന്ദ്ര റോയിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവർ അയാളെ നരപാരി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയും ക്രൂരമായി ആക്രമിച്ച് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി. ഇതിൽ ബാബുഷ് ചന്ദ്ര റോയിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോരയൊലിക്കുന്ന ഒരു മുറിവുണ്ടായിരുന്നു. എന്തൊക്കെ പ്രതിസന്ധികൾ മുന്നിലുണ്ടായിട്ടും അദ്ദേഹം വീട്ടിലെത്തി. രക്തത്തിൽ കുളിച്ച മുറിവുമായി അയാൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് വീട്ടുകാർ ഞെട്ടി. വന്ന ഉടൻ തന്നെ ബാബുഷ് ചന്ദ്ര റോയ് ബോധരഹിതനായി. കുടുംബം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് പരിശോധിച്ച ഡോക്ടർമാർ അയാൾ ഇതിനകം മരിച്ചതായി പ്രഖ്യാപിച്ചു. ഇത് കേട്ട് കുടുംബം ഞെട്ടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ബിരാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും കൊലയാളികളെ ഉടൻ പിടികൂടുമെന്നും ബിരാൽ പോലീസ് സ്റ്റേഷനിലെ ഓഫീസർ ഇൻചാർജ് അബ്ദുസ് സപൂർ പറഞ്ഞു. നേരത്തെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. അച്ഛനും മകനും ഉൾപ്പെടെ 3 പേരാണ് അക്രമത്തിൽ മരിച്ചത്. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിലേക്ക് നുഴഞ്ഞുകയറിയ ഒരു സംഘമാണ് അക്രമത്തിന് കാരണമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. കേന്ദ്ര സർക്കാരും ഇക്കാര്യം തുറന്നു പറഞ്ഞു. ഇതിനെ ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് വിമർശിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് മുഹമ്മദ് യൂനിസ് ചൂണ്ടിക്കാണിച്ചു. നിലവിൽ ഇന്ത്യൻ സർക്കാർ അവിടെ ദുരിതമനുഭവിക്കുന്ന മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണം അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള മുഹമ്മദ് യൂനിസിന്റെ പ്രസംഗത്തിനെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പീഡനങ്ങളിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. അതേസമയം ബംഗ്ലാദേശും ഈ വിഷയം ഏറ്റെടുത്തു. ബംഗ്ലാദേശിൽ അക്രമാസക്തരായ കുറ്റവാളികൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണ്. ഇന്ത്യയിൽ അത്തരമൊരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. ബംഗ്ലാദേശ് മനസ്സിലാക്കി അതിരുകൾക്കുള്ളിൽ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പശ്ചിമ ബംഗാൾ സംഭവത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശിന്റെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. ബംഗ്ലാദേശിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇസ്കോൺ ഉൾപ്പെടെ നിരവധി ഹിന്ദു സംഘടനകളിൽ ആളുകൾ സജീവമാണ്. അവർക്കെതിരായ അടിച്ചമർത്തൽ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകം നടന്നത്.